പോലീസിന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ഐഷി ഘോഷിന്റെ അറസ്റ്റ് വാറണ്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നടപടിയിൽ ഐഷി ഘോഷ് പട്യാല ഹൗസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, ഈ ഐഷി ഘോഷിന്റെ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അടുത്ത വാദം നടക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തായാലും ദില്ലി പോലീസിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുന്നത്. ഐഷി ഘോഷിന്റെ അറസ്റ്റ് വാറന്റ് ദില്ലി പട്യാല ഹൗസ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേസിൽ അടുത്ത വാദം നടക്കുന്നതുവരെ, ഹിയറിംഗ് നടക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നതാണ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ അതായത് 30-ാം തീയതിയാണ് കേസിൽ വാദം നടക്കേണ്ടത്. അപ്പോൾ നാളെ ഐഷി ഘോഷ് നേരിട്ട് കോടതിയിൽ ഹാജരാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ദില്ലി പോലീസിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ വേട്ടയാടൽ നടപടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ ഒരു ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദില്ലി AKG ഭവനിലേക്ക് CPIM പാർട്ടി ആസ്ഥാനത്തേക്ക് ദില്ലി പോലീസ്, അതും യൂണിഫോം പോലുമില്ലാതെ ദില്ലി പോലീസ് AKG ആസ്ഥാനത്തേക്കൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയത്. അതിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അടക്കം കണ്ടതാണ് പോലീസിന്റെ പ്രതികാര നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം. ബാഡ്ജ് പോലും ഇല്ലാതെയാണ് പോലീസ് ഐഷി ഘോഷിനെ തേടിയെത്തിയത്. ഇന്നടക്കം വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് AKG ഭവനിൽ അടക്കമുണ്ടായത്. ജോൺ ബ്രിട്ടാസ് MP അടക്കം ഇടപെടലിലൂടെയാണ് ഇന്നലെ അടക്കം ഐഷി ഘോഷിനെതിരായ ഈ പ്രതികാര നടപടി തടയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ പോലീസിന് ഒരു കനത്ത തിരിച്ചടി എന്നതിൽ സംശയമില്ല, അല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും ദില്ലി പോലീസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് CJP പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയ മുഖ്യധാരയിലുണ്ടായിരുന്ന ഐഷി ഘോഷിനെതിരെ ഒരു വേട്ടയാടൽ നടപടി ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. അതും CPIMന്റെ പാർട്ടി ആസ്ഥാനമായിട്ടുള്ള AKG ഭവനിലേക്ക് എത്തിയാണ് ഇത്തരത്തിൽ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷം തീർത്തത്. CPIM രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ടാണ് ദില്ലി പോലീസിനെ മടക്കി അയക്കുകയും ചെയ്തത്. അതിനുശേഷം അപ്പോൾ തന്നെ അഭിഭാഷകരടക്കം വ്യക്തമാക്കിയതാണ് കൃത്യമായിട്ടുള്ള നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ഈ വേട്ടയാടൽ നടപടിക്കെതിരെ, മോദി സർക്കാരിന്റെ വേട്ടയാടൽ നടപടിക്കെതിരെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതാണ്. അതിനുശേഷമാണ് ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ വാറന്റ് റദ്ദാക്കണമെന്ന അപേക്ഷ നൽകിയത്. അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനാണ് കോടതിയിൽ, പട്യാല ഹൗസ് കോടതിയിൽ ഈ ഒരു അപേക്ഷ നൽകിയത്. നിലവിൽ സ്വാഭാവികമായിട്ടും നാളെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകാമെന്നത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് വാറന്റുമായി വന്ന ഒരു പ്രതികാര നടപടി ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനാണ് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ദില്ലി പോലീസിന്റെ നീക്കം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പട്യാല ഹൗസ് കോടതി ഈ അറസ്റ്റ് വാറന്റ് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു. അടുത്ത വാദം കേൾക്കുന്ന നാളെ വരെയാണ് അറസ്റ്റ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം തന്നെയാണ് പട്യാല ഹൗസ് കോടതി പോലീസിന് നൽകിയിരിക്കുന്നത്. ഉമ.